ഹായ് ഡിയേഴ്സ്, ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലെ അതായത് MBBSും DDSും സിദ്ധ ഒഴികെയുള്ള മറ്റ് കോഴ്സുകളുടെ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയാണ്. അപ്പോൾ വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യൂ കേട്ടോ. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. 2020 ആയുർവേദ, ഹോമിയോ, അഗ്രികൾച്ചർ, വെറ്റിനറി, ഫിഷറീസ്, ഫോറസ്ട്രി കോഴ്സുകളിലേക്കുള്ള MBBS, BDS, സിദ്ധ കോഴ്സ് ഒഴികെ അലോട്ട്മെൻറ്റ് ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അത് 3-ാം തീയതി മുതൽ 6-ാം തീയതി രാവിലെ 10 മണി വരെ വിദ്യാർത്ഥികൾ നൽകിയ ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അലോട്ട്മെൻറ്റ്. ഈ ഓപ്ഷൻ കൊടുക്കാനുള്ള നോട്ടിഫിക്കേഷനൊക്കെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം കുട്ടികൾ കൊടുത്ത ഓപ്ഷൻ്റെ ബേസിസിലാണ് ഈ അലോട്ട്മെൻറ്റ്. ഇനി അലോട്ട്മെൻറ്റ് സംബന്ധിച്ച വിവരങ്ങൾ ഹോം പേജിൽ ലഭ്യമാണ്. ഹോം പേജിൽ നിന്ന് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് ഔട്ട് എന്തായാലും എടുക്കേണ്ടതാണ്. വിദ്യാർത്ഥിയുടെ പേര്, റോൾ നമ്പർ, അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ്, കോളേജ്, കാറ്റഗറി, അലോട്ട്മെൻറ്റ് ലഭിച്ച ഫീസ് മുതലായ വിവരങ്ങൾ ഇതെല്ലാം അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഹോം പേജിലെ ഡാറ്റ ഷീറ്റ് എന്ന മെനു ഐറ്റം ക്ലിക്ക് ചെയ്ത് ഡാറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പ്രവേശനം നേടുന്ന സമയത്ത് ഡാറ്റ ഷീറ്റ്, അതേപോലെ അലോട്ട്മെൻറ്റ് മെമ്മോ, പ്രോസ്പെക്ടസിൽ ക്ലോസ് 11.71 പ്രകാരമുള്ള മറ്റ് രേഖകളെല്ലാം കോളേജ് അധികാരികൾക്ക് മുന്നിൽ ഹാജരാക്കുകയും ചെയ്യണം. ഇനി മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുടെ വിവിധ കോഴ്സുകളുടെ ഫീസ് നിരക്ക് ഓരോ കോഴ്സ് തിരിച്ച് വെബ്സൈറ്റിൽ ലഭ്യമാണ്. സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ മുഴുവൻ ഫീസ് തുകയും പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് കൊടുക്കണം. അതേസമയം സ്വാശ്രയ കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഫീസ് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് കൊടുക്കണം. ഇനി അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന SC, ST, OEC, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, അതുപോലെ OECക്ക് ലഭ്യമായ ആനുകൂല്യങ്ങൾ അർഹമായ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ, അതേപോലെ നമ്മളെപ്പോഴും എല്ലാ നോട്ടിഫിക്കേഷൻസിലും കാണാറുള്ള ഇതാണ് ഈ ഓർഡേഴ്സൊക്കെ പ്രകാരം ഫീസ് ആനുകൂല്യത്തിന് അർഹരായ വിദ്യാർത്ഥികൾ, അതേപോലെ ശ്രീചിത്ര ഹോം, ജുവനിൽ ഹോം, നിർഭയ ഹോം ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇവരൊന്നും ഫീസ് കൊടുക്കേണ്ട. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ളതും അതുപോലെ പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ പേരിൽ അടയ്ക്കേണ്ടതുമായ ഫീസ് 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെയാണ് ഉള്ള തീയതികളിൽ ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരമോ അതില്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ ഒടുക്കിയ ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ 12-ാം തീയതി വൈകിട്ട് 3 മണിക്ക് മുമ്പാണ് പ്രവേശനം നേടേണ്ടത്. അപ്പോൾ നേരിട്ട് പോയി പ്രവേശനം എടുക്കേണ്ടതാണ്. പിന്നെ പോസ്റ്റ് ഓഫീസുകളുടെ ലിസ്റ്റൊക്കെ വെബ്സൈറ്റിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് നിശ്ചിത സമയത്തിനുള്ളിൽ പ്രവേശനം നേടാത്ത മുഴുവൻ വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റും ബന്ധപ്പെട്ട സ്ട്രീമിലെ ഹയർ ഓപ്ഷനുകളും റദ്ദ് ചെയ്യുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പുതിയ അപ്ഡേറ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ആദ്യം പറഞ്ഞ പോലെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ ബൈ.